ഹായ് എവരിവൺ. സോ ഇനി തൊട്ട് നമ്മുടെ ചലഞ്ച് ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോസ് ആക്ച്വലി ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 2-3-4 മിനിറ്റ് എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ അതൊന്നും ഒരു ഷോർട്ട് വീഡിയോസിനകത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സോ ഇത് 17th ഡേ ആണ് ഹെയർ ചലഞ്ചിൻ്റെ. ആൻഡ് ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മധുരത്തിനെ കുറിച്ചാണ്, ഷുഗറിനെ കുറിച്ചാണ്. സോ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഹെയർ ലോസ് ആണെങ്കിലും, ഈവൻ ഹോർമോണൽ ഹെയർ ലോസ് ആണെങ്കിലും അലോപേഷ്യ ആണെങ്കിലും എന്താണെങ്കിൽ കൂടിയും ഏറ്റവും ആദ്യം കട്ട് ചെയ്യേണ്ട സാധനം ഷുഗറാണ്. കാരണം ഷുഗർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ കാരണം ഒരുപാട് ഹെയർ ലോസ് ഉണ്ടാകും. ഞാൻ ആക്ച്വലി ഒരു മന്ത് ഹെയർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഷുഗർ കട്ട് ഡൗൺ ചെയ്തായിരുന്നു. ആ സമയത്ത് എൻ്റെ സ്ലീപ്പ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി. അതുപോലെ തന്നെ ഹെയർ ഫോളും നന്നായിട്ട് കുറഞ്ഞു. ഇപ്പോഴും എനിക്ക് ഹെയർ ഫോൾ ഉണ്ട്, ഇല്ല എന്നല്ല, ബട്ട് ക്വാണ്ടിറ്റി കുറവാണ്, ബട്ട് സ്റ്റിൽ ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 1-1.5 ആഴ്ചയായിട്ട് ഷുഗർ കഴിക്കുന്നുണ്ടായിരുന്നു, അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇൻടേക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഇനി അങ്ങോട്ടുള്ള 15 ഡേയ്സും ഇനി കണ്ടിന്യൂസ് ആയിട്ടും ഷുഗർ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനായിട്ടുള്ളൊരു ഇതാണ്. ബട്ട് അത് എന്താ പറയുക, അത് അത്ര ഫീസിബിൾ അല്ലാത്ത പക്ഷം നമുക്ക് ശർക്കരയോ അല്ലെങ്കിൽ തേനോ ഡേറ്റ്സോ ഒക്കെ ഉപയോഗിക്കാം. ബട്ട് ഒരു ദിവസമൊക്കെ ചീറ്റ് ഡേ ആവുന്നതിലും തെറ്റില്ല. ബട്ട് മോസ്റ്റ്ലി പ്രോസസ് ഷുഗർ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ചലഞ്ചിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് എക്സസൈസാണ്. എനിക്ക് എക്സസൈസിനെ കുറിച്ച് ഷോർട്ട് വീഡിയോസിൽ അധികം പറയാൻ പറ്റിയിട്ടില്ല. ബട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഹെയർ ഡൗൺ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ, യോഗകൾ വളരെ നല്ലതാണ്. ഈ 15 ഡേയ്സിൽ ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്തിരുന്നു, ബട്ട് എഗെയിൻ എനിക്കത് ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാണ്ട് പോയി. സോ അതുപോലുള്ള യോഗാസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ശീർഷാസനമൊക്കെ, അത് നമുക്കൊരു ആളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ ചെറിയ എക്സസൈസുകൾ, അതിപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചെയ്യാം. ബോഡി ആക്റ്റീവായിട്ടിരിക്കുന്നത് നമ്മൾ ഹെയർ ലോസ് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. കാരണം അത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും. കോർട്ടിസോൾ കുറയ്ക്കുമ്പോൾ തന്നെ സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ഹെയർ ലോസ് കുറയുന്നതാണ്. അതേസമയം നമ്മൾ ഒരുപാട് എന്താ പറയുക, നമ്മുടെ ബോഡീനെ ഒരുപാട് ഫിസിക്കലി അങ്ങ് ടയർ ചെയ്യുന്ന എക്സസൈസും ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വീണ്ടും സ്ട്രെസ് കൂട്ടും. അത് മാത്രമല്ല, അത് ഈസ്ട്രജൻ്റെ അളവ് ശരീരത്തിൽ കുറയ്ക്കും. ഈസ്ട്രജൻ കുറഞ്ഞാലും ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ വീണ്ടും അത് ഹോർമോണൽ ഇംബാലൻസിന് കാരണമാവും. സോ ലൈറ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ലൈറ്റായിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക, ലൈറ്റായിട്ടുള്ള യോഗാസ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബലായം ചെയ്യാറുണ്ട്. മിക്ക ദിവസവും രാവിലെ ചെയ്യുന്ന കാര്യമാണ്. അത് നമ്മൾ നമ്മുടെ 2 കൈയിലെ നെയിൽസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് ഉറക്കം എണീറ്റാൽ ഫസ്റ്റ് തിങ് ചെയ്യേണ്ട കാര്യമാണ്. ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ യാത്രയൊക്കെ കാരണം അത് മുടങ്ങി കിടക്കാണ്. ബട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വീണ്ടും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ മാറ്റം നമുക്ക് പെട്ടെന്ന് കാണില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ആ മാറ്റം ഉണ്ടാകുന്നത്. എഗെയിൻ നമ്മൾ ബ്രെയിൻ സെൽസിനെ ആക്റ്റീവ് ചെയ്യാനായിട്ടാണ് ബലായം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എനിക്കതിനുള്ളൊരു ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക് പ്രൂഫ് ഇവിടെ തരാൻ പറ്റില്ല. ഞാനും ഇത് ആക്ച്വലി ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയാം. കഴിഞ്ഞ ഒരു മാസത്തോളം ഞാൻ ചെയ്തായിരുന്നു. എനിക്ക് ഹെയർ ലോസ് കുറവുണ്ടായിരുന്നു. ആ സമയത്ത് വീണ്ടും ഞാൻ നിർത്തിയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ വീണ്ടും എനിക്ക് ഹെയർ ലോസ് കൂടി എന്നുള്ളതാണ്. സോ അത് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പാർട്ട് ഫ്രം ഫുഡ്, അപ്പാർട്ട് ഫ്രം ഹെയർ മാസ്ക്, അപ്പാർട്ട് ഫ്രം ഓൾ ദ തിങ്സ് ദാറ്റ് വി ഡു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഹെയർ ലോസിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണത്. സോ ദാറ്റ്സ് ഓൾ, ആൻഡ് താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ബെല്ലൈക്കണിലും പ്രസ് ചെയ്യണം. ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും വരുന്നതാണ്. താങ്ക് യു. ബൈ.